ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ, ഇന്നത്തെ ഡിവൈൻ ഗൈഡൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. സ്റ്റാർ എനർജിയാണ്. ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവിടെ വളരെ നല്ല എനർജിയാണ് വന്നിരിക്കുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈക്വലായിട്ട് ഗിവ് ആൻഡ് ടേക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാവാം. അവിടെ നിങ്ങൾക്ക് കൂടുതലായിട്ടും ചക്രാസ് ആക്റ്റീവ് ആകുന്നുണ്ട്. മാനസികമായ സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ആരോഗ്യം നിങ്ങൾക്ക് വീണ്ടെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ, അവിടെ നിങ്ങൾക്ക് അതിൽ നിന്നും മുന്നോട്ട് വരാൻ സാധിക്കുന്നു, രക്ഷപ്പെടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ നിങ്ങൾക്ക് ചക്രാസ് ഒക്കെ ആക്റ്റീവ് ആകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെൽത്ത്, ധനം നിങ്ങളിലേക്ക് വന്നു ചേരും. സാമ്പത്തികപരമായിട്ടുള്ള ഒരു പ്രോഗ്രസ് നിങ്ങളിലേക്ക് വരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹീലിംഗും സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ ഇനി ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജോലി ചെയ്യുകയാണോ, അവിടെ നിങ്ങൾക്കൊരു ഉയർച്ച ഉണ്ടാവാൻ പോകുന്നു എന്നുള്ളത് നമ്മളിവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ ബിസിനസ് കാര്യങ്ങളിലായാലും നിങ്ങൾ ഉൾപ്പെടുന്ന സമൂഹത്തിലായാലും നിങ്ങൾക്ക് എല്ലാം കൊണ്ടും ഒരു ഉയർച്ച വരാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഉയരത്തിലേക്ക് പോകാൻ സാധിക്കുന്നു. ഇവിടെ ഒരു സ്റ്റാറിനെ പോലെ തിളങ്ങാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. അങ്ങനെ ഒരു അതോറിറ്റിയിലേക്ക് വരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു ഈ ഒരു സമയത്ത് എന്ന് കാണുന്നുണ്ട്. അതുപോലെ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ഇവിടെ മാറാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് 3 ഓഫ് സോർഡിന്റെ എനർജിയാണ്. മാനസികമായ സംഘർഷമുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ആർക്കെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. നല്ലതുപോലെ മനസ്സ് വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാകാം. അവിടെ നിന്ന് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എനർജിയിലേക്ക് വരാനും കഴിയുന്നുണ്ട്. അവിടെ നിന്നാവാമല്ലോ നിങ്ങൾക്ക് ഈ ഒരു തകർച്ച, ഇവിടെ ഒരു തകർച്ച വന്നിരിക്കുന്നു. ഇവിടെ നിന്ന് ഉയർച്ചയിലേക്ക് വരാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ നിങ്ങൾ ഇതിനെ മറികടന്ന് മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത് എന്നാണ് കാണുന്നത്. ഇത് നിങ്ങൾക്ക് ഹൃദയഭേദകമായ ഒരു അവസ്ഥ അല്ലെങ്കിൽ മാനസികമായ വിഷമത്തെ തരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അസുഖങ്ങളാവാം, മറ്റു പല പ്രശ്നങ്ങളും ആവാം, റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളാവാം, മറ്റ് എന്തെങ്കിലുമൊക്കെ, ചിലപ്പോൾ ആക്സിഡന്റിൽ ആരെങ്കിലുമൊക്കെ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യങ്ങളിലാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്നും മുന്നോട്ട് വരുന്നു, അവിടെ നിന്ന് നിങ്ങൾക്ക് റിക്കവർ ആവാൻ സാധിക്കുന്നു എന്നുള്ളത് നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. കാർഡ്സ് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് 6 ഓഫ് വാൺസിന്റെ എനർജി. 6 ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങളിൽ പലർക്കും കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു സക്സസിലേക്കുള്ള കോൺഫിഡൻസ് ലഭിക്കുന്നു. എനിക്കത് നേടാൻ സാധിക്കും. ഇതുവരെ പരാജയപ്പെട്ട ചില കാര്യങ്ങളെ വീണ്ടും വീണ്ടും നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിച്ചിട്ട് വളരെയധികം കോൺഫിഡൻസ് നേടിക്കൊണ്ട് മുന്നോട്ട് നല്ലൊരു വിജയത്തിലേക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എല്ലാ പ്രശ്നങ്ങളെയും ഓവർകം ചെയ്യാൻ സാധിക്കുന്നു. അവിടെ നിന്നും നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും അവാർഡ്, റിവാർഡ് ഒക്കെ നേടിയെടുക്കാനും മറ്റുള്ളവരുടെ അപ്രീസിയേഷൻ നേടാനും ഒക്കെയുമുള്ള ഒരു സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിനേഷനുള്ള വലിയ വിജയമാകാം, അവിടെ നിങ്ങൾക്ക് ഒരു അനുമോദനം ലഭിക്കുന്നതാവാം, അതുമല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ജോലി ലഭിക്കുന്നതാവാം. അങ്ങനെ മുന്നോട്ട് നിങ്ങൾക്ക് സമൂഹത്തിൽ ഒരു സ്ഥാനം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. വാൺസ് ഓഫ് ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. എല്ലാ കാര്യങ്ങളിലും നിങ്ങളിപ്പോൾ ഇടപെടുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്കൊരു സക്സസ് നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ ഇവിടെ പേജ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. എന്താണോ നിങ്ങൾ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ എന്തിനോ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ ആരുടെയെങ്കിലും സ്നേഹത്തിന് വേണ്ടിയാവാം,
കൂടുതലായിട്ട് ഇമോഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ഇമോഷൻസ് എന്ന് പറയുന്നത് സ്നേഹത്തിന് വേണ്ടി മറ്റുള്ളവരോട് ഉള്ള ഒരു അനുകമ്പയാണ്. സ്നേഹം വേണം, മറ്റുള്ളവർക്കത് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇവിടെ ചിന്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. അല്ല എങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അവസരങ്ങൾ വരാം, ഓപ്പർച്യൂണിറ്റി വരാം. നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചോയ്സസ് വേണം എങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. അത്ര വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവസരങ്ങൾ വരുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തികളെ കാണാനോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് ചിന്തിക്കാനോ സംസാരിക്കാനോ അവരോട് സംസാരിക്കാനോ ഒക്കെയുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ 5 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് സാമ്പത്തികപരമായ ഇഷ്യൂസ് ഉണ്ടാവാം. അത് നിമിത്തം നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്ന് ചിലപ്പോൾ കുറച്ച് അകലത്തിലേക്ക് പോവാം. അങ്ങനെ വേർപെട്ടു പോയാൽ തന്നെയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തിരിച്ചു വരാൻ സാധിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്നേഹം അവിടെ ഉണ്ട്, അത് മറ്റെങ്ങും പോകുന്നില്ല. ഇനി അഥവാ സാമ്പത്തികപരമായ കാര്യങ്ങളിലാണെങ്കിൽ തന്നെയും നിങ്ങളിലേക്ക് സാമ്പത്തികം വന്നു ചേരാനുള്ള എനർജി ഉണ്ട്. അഥവാ നിങ്ങളുടെ കയ്യിൽ ഉള്ളതിനെ തന്നെ നിങ്ങൾക്ക് വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കും. ആർക്കെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുകയും അത് നേടിയെടുക്കാൻ ഉള്ള ആ ഒരു കഴിവ് അത് നിങ്ങൾക്ക് സഫലമാവുകയും ചെയ്യും എന്നുള്ളതാണ് കാണുന്നത്. അതിലൂടെ നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ്. കുറച്ച് താമസിച്ചാൽ, കുറച്ചൊന്ന് ഡിലേ വരാം, പല കാര്യങ്ങൾക്കും കുറച്ചൊന്ന് ഡിലേ വരാം. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ചിലപ്പോൾ സ്നേഹത്തിന്റെ കാര്യമാകാം, അതും അല്ലെങ്കിൽ സാമ്പത്തികത്തിന്റെ കാര്യമാകാം. കുറച്ചൊന്ന് ഡിലേ വരാം, എന്നാലും ശരി വീണ്ടും നിങ്ങൾക്കത് വീണ്ടെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ഇവിടെ എംപററാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരു ഉയർന്ന സ്ഥാനത്തേക്ക് പോകാൻ സാധിക്കുകയാണ്. ഉയർന്ന സ്ഥാനം, അതായത് ചിലപ്പോൾ ഗവൺമെന്റ് ജോബിന് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് ആ ഒരു ജോബ് ലഭിക്കാനുള്ള സാധ്യത, അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യനിഷ്ഠയോടുകൂടി മുന്നോട്ട് ജീവിതത്തിൽ ഒരു സ്റ്റാർട്ടിങ് വരുത്താം. അതോറിറ്റി പവർ നിങ്ങൾക്ക് സമൂഹത്തിൽ ലഭിക്കുന്ന എനർജിയാണ്. നല്ല നോളജുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ജോലിയൊക്കെ ഇപ്പോൾ ടെമ്പററി ആയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ട് അത് കിട്ടാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട്. ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരുത്താൻ ഇപ്പോൾ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു, അല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് വന്നു ചേരാം. നിങ്ങൾ കുറെ പരിശ്രമിക്കുന്നുണ്ടാവാം അങ്ങനെ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടി. അപ്പോൾ അത് നിങ്ങളുടെ ജീവിതം കൂടുതലായിട്ടും സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോകാൻ ഉള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് നിലനിർത്താനും നിങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. നൈൻ ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഒരുപാട് സന്തോഷത്തിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കാനുള്ള എനർജി. ഗോൾഡ് വാങ്ങിക്കണോ, അല്ല ഓർണമെന്റ്സ് വാങ്ങിക്കണം, അതുപോലെ വസ്ത്രങ്ങൾ, എന്തെങ്കിലുമൊക്കെ ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ, ഇഷ്ടമുള്ള സാധനങ്ങൾ എന്താണോ അത് വാങ്ങിച്ചിട്ട് അതിലൂടെ സന്തോഷം അനുഭവിക്കാനുള്ള എനർജി നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. വിവാഹ കാര്യങ്ങളൊക്കെ നടക്കാതിരിക്കുന്നവർക്ക് വിവാഹം നടക്കാം. അതുപോലെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ സന്തോഷം അനുഭവിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. സന്തോഷം അനുഭവിക്കാനുള്ള സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളത് നമുക്കിവിടെ പറയാം. അത് ഏതൊരു കാര്യത്തിനായാലും, പുതിയ വീടോ പുതിയ വാഹനമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ സന്തോഷം അനുഭവിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയ വ്യക്തികൾ വന്നു ചേർന്ന് കൂടുതൽ സന്തോഷത്തോടു കൂടി ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നമ്മളിവിടെ കാണുന്നുണ്ട്. ഇവിടെയോ 6 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. കൂടുതലായിട്ട് ഗിവ് ആൻഡ് ടേക്ക് ചെയ്യാനുള്ളത് മനസ്സിലായി. മറ്റുള്ളവർക്ക് കൊടുക്കാനും തിരികെ വാങ്ങിക്കാനും ഒക്കെയുള്ള ഒരു സമയം നിങ്ങൾക്ക് വരുന്നു, അല്ലെങ്കിൽ അതിനുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത്തരത്തിലുള്ള എനർജിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു ഇപ്പോൾ എന്ന് കാണുന്നുണ്ട്. കാരണം അത്യാവശ്യത്തിലുള്ള സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇത് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം, എന്നിട്ട് മറ്റുള്ളവർക്ക് കൂടി കൊടുത്ത് സഹായിക്കാം എന്നൊക്കെ ഇവിടെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. സമ്പത്തിൻ്റെതായ ഒരു അഭിവൃദ്ധി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ അത് വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം.
ചിലപ്പോൾ നിങ്ങൾക്ക് ഗവൺമെന്റ് ജോബൊക്കെ കിട്ടിയിട്ട് അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടുള്ള സാലറി ലഭിക്കാം. അങ്ങനെയൊക്കെ ആയാലും നിങ്ങളിലേക്ക് സാമ്പത്തികം വന്നു ചേരുന്നു എന്നുള്ളത് കാണും. ഇവിടെ 7 ഓഫ് സോഡിന്റെ എനർജിയാണ്. നിങ്ങൾക്ക് ആരുടെയെങ്കിലും അടുക്കൽ നിന്ന് നിങ്ങൾക്കൊരു ചീറ്റിംഗ് സംഭവിക്കാം. അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് എല്ലാം വെട്ടിപ്പിടിക്കണം എന്നുള്ള ചിന്തയോടുകൂടി നിങ്ങൾ മുന്നിട്ടിറങ്ങുന്നത്, മറ്റുള്ളവർ എന്തു വിചാരിക്കും എന്നൊക്കെ ഉള്ള ഒരു ബോധം പോലും ഇല്ലാതെ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഒരു വിജയം വേണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി മുന്നോട്ടിറങ്ങുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ എനർജിയിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സാധ്യമാകുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ചിലപ്പോൾ ഇത് ചീറ്റിങ്ങിന്റെ എനർജി ആവാം, ഒരു ചീറ്റിംഗ് നിങ്ങളിലേക്ക് വരാം. ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വിജയം നേടിയെടുക്കാൻ സാധിക്കും. അത് എത്രയും പെട്ടെന്ന് എങ്ങനെയും നേടണം എന്നുള്ള ചിന്തയാണ് ഇവിടെ വന്നിരിക്കുന്നത്, എങ്ങനെയും സാധിക്കണം എന്നുള്ളത്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും സാധിക്കാം എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. പുതിയൊരു തുടക്കമാണ് ഏസ് ഓഫ് വാൻസിന്റെ എനർജി. പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ് കാര്യങ്ങളിലാവാം, ചിലപ്പോൾ ക്ഷേത്ര നിർമ്മാണം, വീട് നിർമ്മാണം ഒക്കെയും ആവാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് അതിന്റെ ദൈവാനുഗ്രഹം ലഭിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഈ ഒരു ദൈവാനുഗ്രഹം പുതിയ പുതിയ ചില കാര്യങ്ങളിലേക്ക് നിങ്ങളെ മുന്നോട്ട് വീണ്ടും നയിക്കും. വളരെയധികം പവർഫുൾ ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഇവിടെ ഈ ഒരു എനർജി. അതായത് ധാരാളമായിട്ട് നിങ്ങൾക്ക് കോൺഫിഡന്റ് ആവാൻ സാധിക്കുന്നു. ഈ ഒരു കോൺഫിഡന്റ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ആവേശത്തെ തരുന്നതാണ്. ആവേശം ഉണ്ടാകുമ്പോൾ കൂടുതൽ കൂടുതൽ നല്ല ഒരു കോൺഫിഡന്റ് ആയ വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കും. അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ആരംഭിക്കുന്ന പുതിയ തുടക്കം എന്ന് പറയുന്നത് ചിലപ്പോൾ ഓൺലൈൻ വഴി എന്തെങ്കിലും ബിസിനസ് ആവാം, യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതാവാം, അതുമല്ലെങ്കിൽ ചെറിയ ചില ഷോപ്പുകൾ തുടങ്ങാം. ബിസിനസ് കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രസ് വരുത്താൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാവാം. ഇതുവരെ ഉള്ളതുപോലെ അല്ല, ജീവിതത്തിന് ഇനിയൊരു മാറ്റം കൊണ്ടുവരണം എന്ന് കരുതിക്കൊണ്ട് തന്നെ വളരെയധികം ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് ജീവിതത്തിന്റെ ഒരു തുടക്കം തന്നെയാണ്. ടു ഓഫ് പെന്റക്കിൾസ് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഇവിടെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് പോകാൻ ശ്രമിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരിടത്ത് സാമ്പത്തികം അഭിവൃദ്ധി വരുന്നു, സമ്പത്തിൻ്റെതായ അഭിവൃദ്ധി വരുന്നുണ്ട്. പിന്നെ ഇവിടെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അത് ബാലൻസ് ചെയ്യാനും കൂടെ ശ്രമിക്കുകയാണ്. വരുമാനം കുറവായിരിക്കാം, ചെലവാണെങ്കിൽ കൂടുതലുമായിരിക്കാം. അപ്പോൾ വരുമാനത്തിനെയും ചെലവിനെയും, വരവിനെയും ചെലവിനെയും ഒന്ന് ബാലൻസ് ചെയ്യാൻ നിങ്ങളിവിടെ ശ്രമിക്കുന്നത് പോലെയാണ് കാണുന്നത്. ഈ ഒരു ശ്രമത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ചുകൂടി പവർഫുൾ ആയിട്ട് മുന്നോട്ട് വരണം, കുറച്ചുകൂടി ബുദ്ധിപൂർവ്വം ചിന്തിച്ചാൽ മാത്രം മതിയാകും. സെവൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. നിങ്ങൾക്ക് കിട്ടാനുള്ള സാമ്പത്തികം നോക്കിയിരിക്കുകയാണ്. എവിടെയെങ്കിലും ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാൻ പല കാര്യങ്ങളിലും. അതിന്റെ ഒന്നും ലാഭം ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല. അതുമല്ലെങ്കിൽ നിങ്ങളോട് വാങ്ങിച്ചവരൊന്നും തന്നിട്ടുണ്ടാവില്ല. കിട്ടാനുള്ളത് കിട്ടാൻ വേണ്ടി നിങ്ങളിവിടെ വെയിറ്റിങ്ങിലാണെന്നാണ് കാണുന്നത്. ഇത് കിട്ടാനുള്ളത് നിങ്ങൾക്ക് കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. അതിവിടെ 3 ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. കിട്ടാനുള്ളത് കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾ പരിശ്രമിച്ചത് നേടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ ചെറിയ ചില അധ്വാനത്തിലൂടെ ചെറുതായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ആരോടെങ്കിലും കൂടെ കൂടി ചേർന്ന് ഹാർഡ് വർക്ക് ചെയ്താലെങ്കിലും നിങ്ങൾ നിങ്ങളുടേതായ ആ ഒരു എനർജി നേടിയെടുക്കും. എന്താണ്? കിട്ടാനുള്ള സാമ്പത്തികത്തിൻ്റെതായ ആ എനർജി നിങ്ങൾക്ക് ഇവിടെ നേടിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കാരണം നിങ്ങൾക്കൊരു നഷ്ടം വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തെങ്കിലും പുതിയതായിട്ടൊരു ജോലി ചെയ്തിട്ട് അതിൽ നിന്നും മണി ഏൺ ചെയ്യണം എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ ആരെയെങ്കിലും കൂടെ കൂട്ടുപിടിച്ചിട്ട് അവിടെ നിങ്ങൾ അധ്വാനിക്കുന്നതായിട്ടും നിങ്ങളത് നേടിയെടുക്കാൻ ശ്രമിക്കുന്നതായിട്ടുമാണ് ഇവിടെ കാണുന്നത്.
നഷ്ടപ്പെട്ട സാമ്പത്തികം തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ഒരു ഹാർഡ് വർക്കാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇവിടെ പേജ് ഓഫ് വാൺസിന്റെ എനർജിയാണ്. എല്ലാ ദിവസവും ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്, എന്ത് പ്രോഗ്രസ് ആണ്, എന്ത് അഭിവൃദ്ധിയാണ് ഞാൻ ചെയ്ത പ്രവൃത്തിയിൽ എനിക്ക് വരുന്നത്. ചിലപ്പോൾ യൂട്യൂബ് ചാനലാവാം, അവിടെ പിറ്റേ ദിവസം മുതൽ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നുണ്ടാവാം. ഇനി മറ്റെന്തെങ്കിലും ജോലിയിലാണെങ്കിലോ അതിലുള്ള ഒരു പ്രോഗ്രസ് വരുന്നുണ്ടോ എന്ന് എല്ലാ ദിവസവും ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ട്. വളരെയധികം ആവേശത്തോടു കൂടി ഇതിന് മുന്നിട്ടിറങ്ങുന്നു, അതിനെക്കുറിച്ച് എല്ലായ്പ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് ഇപ്പോൾ തുടക്കം കുറിച്ചിട്ട് അതിലുള്ള പ്രോഗ്രസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എപ്പോഴും ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇനി അതുമല്ല എങ്കിൽ ഏതെങ്കിലും വ്യക്തികൾക്ക് വേണ്ടി മറ്റേതെങ്കിലും സാഹചര്യത്തിനോ വേണ്ടി ആയാലും നിങ്ങളിവിടെ സശ്രദ്ധം അതിനെ വീക്ഷിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ടെമ്പറൻസ് ആണ്. എന്തായാലും ജീവിതം നിങ്ങൾക്ക് ഈക്വലായിട്ട് ഗിവ് ആൻഡ് ടേക്ക് ചെയ്ത് പോകാൻ ഇവിടെ സാധിക്കുന്നുണ്ട്. കൊടുത്തും വാങ്ങിച്ചും ജീവിതത്തെ ബാലൻസ് ചെയ്ത് പോകാൻ, സമതുല്യമായ ഒരു അവസ്ഥയിലൂടെ മുന്നോട്ട് പോകാൻ ഇവിടെ നിങ്ങൾ ശ്രമിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് നല്ലതുപോലെ ദൈവാനുഗ്രഹം വരുന്ന എനർജിയാണ്. ജീവിതത്തിൽ എപ്പോഴും ബാലൻസ് ചെയ്ത് പോകുക എന്നുള്ളത് തന്നെയാണ് വേണ്ടത്. അവിടെയാണ് സക്സസ് വരുന്നത്. അല്ലാതെ ഒരു തട്ട് താണും ഒരു തട്ട് ഉയർന്നും ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നത്? രണ്ടും ഒരേപോലെയാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ സ്നേഹിക്കുന്ന കാര്യത്തിലായാലും സ്നേഹം അങ്ങോട്ടും കൊടുത്ത് അതുപോലെ സ്നേഹം ഇങ്ങോട്ടും വാങ്ങിച്ചാലും മുന്നോട്ട് പോവുക തന്നെ വേണം എന്നാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ നിങ്ങൾക്ക് ഡിവൈൻ ബ്ലെസ്സിങ്, ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് ധാരാളമായി കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ അതുപോലെ തന്നെ ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ജീവിതം കണ്ടില്ലേ, ഇവിടെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് പോസിറ്റീവായ റിസൾട്ട് വേണം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക്. കോടതി വക കേസുകളിലൊക്കെ നിങ്ങളിപ്പോൾ ഒരു ജസ്റ്റിസിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടാവാം. ഇവിടെ ആ ഒരു ഡിവൈൻ സപ്പോർട്ടാണ്. പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ ചെയ്തത് നന്മയാണോ, നന്മ നിറഞ്ഞ പ്രവൃത്തിയാണോ നിങ്ങൾ ചെയ്തത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ അത് ലഭിക്കും. ഏത് കാര്യത്തിലായാലും നിങ്ങളിവിടെ ശാരീരികമായിട്ട് അധ്വാനിക്കുന്നതോടൊപ്പം തന്നെയും മാനസികമായ പവർ കൂടി വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അവിടെയാണ് പോസിറ്റീവ് വൈബ് അവിടെ ഉയരുന്നതോടുകൂടിയാണ് നിങ്ങൾക്ക് സക്സസ് നേടാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ശൂന്യത എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സൈലൻസിൽ ഇരിക്കാൻ ശ്രമിക്കുക. സൈലൻസിലൂടെയാണ് പല കാര്യങ്ങളും നമുക്ക് ജീവിതത്തിൽ നടക്കുന്നത്. പല മാറ്റങ്ങളും ജീവിതത്തിൽ നടക്കുന്നത് ശൂന്യതയിലാണ്. അപ്പോൾ അങ്ങനെ ശൂന്യത ഒരുപാട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് സൈലൻസിലൂടെ ഇരിക്കാൻ ശ്രമിക്കണം. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ സാധിക്കാൻ പറ്റും. അല്ലെങ്കിൽ ആ ശൂന്യതയുടെ എനർജി അതെന്താണ്, അതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്, അതിൻ്റെ മഹത്വം എന്താണെന്ന് തിരിച്ചറിയുക കൂടി വേണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡിവൈൻ സപ്പോർട്ട് ലഭിക്കും എന്നുള്ളത് കാണുന്നുണ്ട്. വിചാരിച്ച കാര്യം സാധ്യമാകും എന്നും കാണുന്നുണ്ട്. നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് ഡിവൈൻ ഗൈഡൻസ് വന്നിരിക്കുന്നത് അഡ്വഞ്ചറാണ്, അതായത് സാഹസിക. അപ്പോൾ the universe is urging you to take a leap of faith and embrace the unknown. യൂണിവേഴ്സ് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന എന്തിനു വേണ്ടിയാണ്? അജ്ഞാതമായതിനെ അറിയാനും അതിൻ്റെ ഒരു വിശ്വാസത്തിലൂടെ മുന്നോട്ടൊരു കുതിച്ചുചാട്ടം നടത്തൂ എന്ന് പറഞ്ഞുകൊണ്ടും നിങ്ങളെ മുന്നോട്ട് പ്രേരിപ്പിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൂടാത്തതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുകയില്ല പലരും. പക്ഷേ ചില ബുദ്ധിമാന്മാർ അല്ലെങ്കിൽ ബുദ്ധിയുള്ളവർ, സാഹസികമായ ആ ഒരു എനർജി ഉള്ളവരെന്താണ് ചെയ്യുന്നത്? അറിഞ്ഞുകൂടാത്തതിനെ അറിയാൻ ശ്രമിക്കുക. മനസ്സിലായി? അതാണ് ഇവിടെ ചെയ്യുന്നത്. പിന്നെ അങ്ങനെയൊക്കെയുള്ള ചില സാഹസികത വന്നു കഴിഞ്ഞാലോ അതിനോട് യെസ് എന്ന് പറയുക. പുതിയ സാഹസിക യാത്രയ്ക്കൊരു യെസ് എന്ന് പറയുക. എന്നെ കൊണ്ട് ഇത് പറ്റും. മനസ്സിന് കോൺഫിഡൻസ് കൊടുക്കുകയാണ് അത്യാവശ്യം. ഐ ആം കേപ്പബിൾ എന്ന് പറയുക. ഐ ആം സക്സസ്, ഐ ആം കേപ്പബിൾ. ഞാൻ ഇതിന് കഴിവുള്ളവനാണ്, ഞാനിതിൽ വിജയിക്കും, എന്നെ കൊണ്ട് ഇത് കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് അതിന് യെസ് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരിക. അങ്ങനെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപകട സാധ്യതയോടൊപ്പം തന്നെ, അപകട സാധ്യത ഉള്ളിടത്താണ് പോകുന്നതെന്ന് ആലോചിക്കണം. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം ലഭിക്കും.
മനസ്സിലായോ? പിന്നെയോ നിങ്ങൾക്ക് അതിലൂടെ തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ വളർച്ചയ്ക്കും അത് സഹായിക്കും. അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ മുൻകൈ എടുത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഗ്രോത്ത് വരുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അറിവില്ലാത്ത കാര്യങ്ങളിലേക്ക്, അജ്ഞാതമായ കാര്യങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടണം. അതാണ് യൂണിവേഴ്സ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്. മനസ്സിലായി? അതിലേക്കൊരു കുതിച്ചുചാട്ടം നടത്തണമെന്ന്. അല്ലാതെ എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല, എനിക്കിത് വയ്യ, ഞാൻ കഴിവില്ലാത്ത വ്യക്തിയാണ്, മറ്റുള്ളവരെ കൊണ്ട് സാധിക്കും എന്നൊന്നും പറഞ്ഞ് ഭീരുവാകാൻ പാടില്ല. അതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഗൈഡൻസ് ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതിലേക്ക് ബൈ.